തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുകോണം കൗൺസിലർ സുഗതനെ ഇന്നലെ പോലീസ് കസ്റ്റഡി വിട്ടു. സുഗതനെ കാപ്പ കേസിൽ പാർപ്പിച്ചിരിക്കുന്ന വിയ്യൂർ സെൻട്രൽ ജയിലിലാണ്. ഇന്നലെ സുഗതൻ്റെ 2 കേസുകൾ കോടതിയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്ന് സുഗതനെ ഇന്നലെ പോലീസ് എസ്കോർട്ട് ചെയ്ത് കോടതിയിൽ കൊണ്ടുവന്നു. സുഗതനെ കൊണ്ടുവരുന്ന വഴിക്ക് വട്ടിയൂർക്കാവ് SI ആ സുഗതൻ്റെ പോലീസ് വാഹനത്തിൽ അങ്ങേര് കയറി കോടതി വരെ വന്നു. ആ വാഹനത്തിൽ വെച്ച് തന്നോട് മോശമായി പെരുമാറി സബ് ഇൻസ്പെക്ടർ എന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ സുഗതൻ പറഞ്ഞു. കോടതി ചോദിച്ചു, എങ്ങനെയാണ് വിയ്യൂരിൽ നിന്ന് ഒരു പ്രതിയെ എസ്കോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് ആ വാഹനത്തിൽ വട്ടിയൂർക്കാവ് SI എങ്ങനെ കയറിക്കൂടി? സുഗതനെ വിയ്യൂരിൽ നിന്ന് കൊണ്ടുവരുന്ന മുറയ്ക്ക് അദ്ദേഹത്തിനെ പോലീസ് മെഡിക്കൽ പരിശോധന നടത്തിയിട്ടാണ് കോടതിയിൽ ഹാജരാക്കിയത്. ആ മെഡിക്കൽ പരിശോധന നടത്താനായിട്ട് അവർ പോയ സമയത്ത് ആ വാഹനത്തിൽ വട്ടിയൂർക്കാവ് SI കയറിക്കൂടി സുഗതനെ ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഏതായാലും സുഗതൻ കോടതി വന്നുടനെ ആ വിവരം കോടതിയിൽ നേരിട്ട് അറിയിച്ചു. കോടതി ചോദിച്ചു, എങ്ങനെയാണ് വിയ്യൂരിൽ നിന്ന് ഒരു പ്രതിയെ എസ്കോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ആ വാഹനത്തിൽ ലോക്കൽ സബ് ഇൻസ്പെക്ടർ എങ്ങനെയാണ് അതേ കയറി പറ്റിയത്? തന്നെ കസ്റ്റഡി അങ്ങനെ അവരുടെ കൈ കൊടുത്തു കഴിഞ്ഞാൽ തനിക്ക് ഭീഷണിയുണ്ട്, തൻ്റെ ജീവൻ അപകടത്തിലാകും എന്ന് സുഗതൻ കോടതി പറഞ്ഞതായിട്ടാണ് വാർത്ത വരുന്നത്. അത് തീർച്ചയായിട്ടും സുഗതന് ന്യായമായ ഒരു ഭയം ഉണ്ടാവും. അദ്ദേഹത്തിനെതിരായിട്ട് എടുത്തിരിക്കുന്ന 2 കേസുകളും അത് CPM കാലഘട്ടത്തിൽ എടുത്തതാണ്. ഇദ്ദേഹം BJPക്കാരനാണ്. അവിടുത്തെ അമ്പലത്തെ ഉത്സവത്തോടനുബന്ധിച്ച് പോലീസിനെ ചോദ്യം ചെയ്തതിന് സുഗതനെ അവർ മർദ്ദിച്ചുവെന്നും അമ്പലത്തിൽ അടിയുണ്ടായെന്നും അങ്ങനെയാണ് 2 കേസുകൾ അദ്ദേഹത്തിനെതിരായിട്ടുണ്ടായാലും മറ്റു രീതിയിലുള്ള കുറ്റവാളിയല്ല എന്നാണ് സുഗതൻ പറയുന്നത്. എങ്കിലും കോടതി പോലീസിൻ്റെ ഭാഗം കേട്ടു. ആ 2 കേസിനകത്തുള്ള വെപ്പൺ സുഗതൻ അവിടെ പലരെ അടിച്ചിട്ടുണ്ട്, ആ വെപ്പൺ റിക്കവറി ചെയ്യണം, അതുകൊണ്ട് സുഗതനെ കസ്റ്റഡി വേണം എന്ന് കോടതിയിൽ, നെടുമങ്ങാട് കോടതിയിൽ പറഞ്ഞു. കോടതി അന്നേരം ചോദിച്ച പ്രസക്തമായ ചോദ്യം, ഇങ്ങനെ അദ്ദേഹത്തിനെ കൊണ്ടുവന്ന വാഹനത്തിനകത്ത് അനധികൃതമായി അതിനകത്ത് കയറിപ്പറ്റിയിട്ട് ഭീഷണിപ്പെടുത്തിയ ഒരാൾക്ക് എങ്ങനെയാണ് ഇയാളെ പോലീസ് കസ്റ്റഡി കൊടുക്കുന്നത്? അത് പ്രസക്തമായ ഒരു ചോദ്യം കോടതി ചോദിച്ചു. ന്യായമായ ചോദ്യം. സംശയം കോടതിക്കുണ്ടായാലും നമുക്കും എല്ലാവർക്കും ഉണ്ടാവും. എന്തായാലും കോടതി അത് റെക്കോർഡ് ചെയ്തു. സുഗതൻ്റെ മൊഴി രേഖപ്പെടുത്തി, സുഗതൻ്റെ ഭയം രേഖപ്പെടുത്തി, സുഗതൻ്റെ വാഹനത്തിൽ അനധികൃതമായി SI കയറിപ്പറ്റി എന്നുള്ള വിവരവും രേഖപ്പെടുത്തി. അതിനുശേഷം പോലീസ് കസ്റ്റഡിയിൽ സുഗതനെ ഇന്നലെ വിട്ടുകൊടുത്തു. പോലീസ് കസ്റ്റഡിയിൽ ഇന്നലെ 5:30 വരെ വിട്ടുകൊടുത്തുള്ളൂ. ഉച്ചയായപ്പം കോടതിയിലെ തീരുമാനമുണ്ടായി. കസ്റ്റഡി വേണമെന്നാവശ്യപ്പെട്ട് 2 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് ചോദിച്ചത്. പക്ഷേ കോടതി ഒരു വെപ്പൺ റിക്കവർ ചെയ്യാൻ 2 ദിവസത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് കോടതി ഏതായാലും 4 മണിക്കൂർ 4.5 മണിക്കൂർ കസ്റ്റഡി. 5:30 ആകുമ്പം കോടതി പിരിയുന്നതിന് മുമ്പ് സുഗതനെ അവിടെ ഹാജരാക്കണമെന്ന് പറഞ്ഞു. ഏതായാലും കസ്റ്റഡി വാങ്ങിച്ചുകൊണ്ട് അവർ പോയി ഒരു റിക്കവറി നടത്തിയിട്ടില്ലെന്നാണ് മനസ്സിലാകുന്നത്. കോടതിയുടെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് തിരിച്ച് സുഗതനെ കോടതിയിൽ തന്നെ ഹാജരാക്കി. സുഗതനെ കൗൺസിലറായിട്ട് ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് 20 പേര് രണ്ടാമതും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ സുഗതനും ഉണ്ട്. സുഗതന് സത്യപ്രതിജ്ഞ നടന്നിട്ടില്ല എന്ന് കരുതുന്നു. പക്ഷേ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് കോർപ്പറേഷനിൽ തന്നെ വരണമെന്ന് നിർബന്ധമില്ലല്ലോ. അല്ല, അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാൻ മേയറും അവിടുത്തെ സെക്രട്ടറിയോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനോ, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡുകൾ, ഫോം, ഇതൊക്കെ ഉണ്ട്. എവിടെ വെച്ച് വേണേലും കോർപ്പറേഷൻ അധികാര അതിർത്തിയിൽ എവിടെ വെച്ച് വേണേലും സുഗതന് സത്യപ്രതിജ്ഞ നിർവഹിക്കാം. അത് കോർപ്പറേഷനിൽ അവിടെ തന്നെ വന്ന് സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബെഡ് റിഡനായി കോർപ്പറേഷൻ കൗൺസിലറായി തിരഞ്ഞെടുത്ത ഒരാൾ ബെഡ് റിഡനായി ക്യാൻസറോ മറ്റുള്ള വളരെ മോശം കണ്ടീഷനിൽ ഒരു വീട്ടിൽ കിടക്കുകയാണെങ്കിലും സത്യപ്രതിജ്ഞ ചെയ്യണമെങ്കിൽ മേയറും മറ്റേ ആളും അയാളുടെ വീട്ടിൽ ചെല്ലണം. വീട്ടിൽ പോയി അവിടെ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാം. ആ കോർപ്പറേഷൻ അധികാര അതിർത്തിയിൽ എവിടെ നിന്ന് വേണേലും സത്യപ്രതിജ്ഞ ചെയ്യാം. സുഗതൻ്റെ കാര്യത്തിലും അത് തന്നെ.
ജയിലിൽ പോയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന നിയമ തടസ്സമൊന്നുമില്ല വിയ്യൂർ ജയിലിൽ. അല്ലെങ്കിൽ അവിടെ ഈ കോർപ്പറേഷൻ അധികാര അതിർത്തി വിട്ടത് കൊണ്ട് തന്നെയാണ്. പക്ഷേ അല്ലാത്ത സമയത്ത് അടുത്ത ഒരു കോർപ്പറേഷൻ കൗൺസിൽ മീറ്റിങ്ങിന് മുമ്പ് ഒരു 30 ദിവസത്തിനകം അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ കോടതിയുടെ അനുവാദത്തോടു കൂടി വിയ്യൂർ ജയിലിൽ പോയി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് തടസ്സമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. കാരണം അദ്ദേഹത്തിനെതിരായിട്ട് ഇത്ര വലിയ ആരോപണങ്ങളൊക്കെ പറഞ്ഞു കേസൊക്കെ 2 എടുത്ത് കാപ്പ കേസ് പ്രതിയാക്കിയിട്ടും അദ്ദേഹത്തിനെ അവിടെ ഇലക്ഷനിൽ നിന്നപ്പം ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടു. അത് സർവ്വസമ്മതനാണ്. ഭൂരിപക്ഷം ആൾക്കാരും സമ്മതിയുള്ള ഒരാളാണ് ആ കൗൺസിലർ എന്നാണ് അതിൽ പറയുന്നത്. അദ്ദേഹത്തിനെതിരായിട്ട് വളരെ മോശമായ ആരോപണങ്ങളൊക്കെ ഉണ്ടെങ്കിലും പൊതുജനങ്ങൾക്ക് അയാൾ പ്രിയപ്പെട്ടവനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അവിടെ ജയിക്കില്ല. അതുകൊണ്ട് ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹം ജയിച്ചു, കോർപ്പറേഷൻ കൗൺസിലറായി. ഇനി സത്യപ്രതിജ്ഞ എന്ന കടമ്പ കടക്കണം. അതിന് ഹൈക്കോടതിയുടെ അനുവാദത്തോടുകൂടി. കാരണം ജനങ്ങൾ ജയിപ്പിച്ചതാണല്ലോ. അദ്ദേഹത്തിന് പ്രീവിയസ് ആയ ഒരു കൺവിഷൻ ഇല്ല, ഒരു ശിക്ഷയില്ല, പിന്നെ ഒരു പ്രിവെൻറ്റീവ് അറസ്റ്റ് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്. അല്ലെങ്കിൽ ഈ 2 കേസിനും ഉടൻ ജാമ്യം കൊടുക്കാം. ജാമ്യം കൊടുത്തു കഴിഞ്ഞാലും അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞയുടെ കാര്യം കാപ്പ കേസ് കിടക്കുന്നുണ്ടോന്നെങ്കിൽ അവിടെ പോയി ഹൈക്കോടതിയുടെ അനുവാദത്തോടുകൂടി ചെയ്യുന്നതായിരിക്കും ബുദ്ധി എന്ന് ഞാൻ കരുതുന്നു.